എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാന നഗരമായ വാഷിംഗ്ടൺ DC സന്ദർശിച്ചപ്പോൾ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പം ഇവിടെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും വാഷിംഗ്ടൺ DC സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഡൽഹി പോലെ തന്നെ അവിടുത്തെ തലസ്ഥാന നഗരമായതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ വാഷിംഗ്ടൺ DCയെക്കുറിച്ച് നമ്മുടെ ഒരു സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC ടു മയാമി ബീച്ച്. സോ അതുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, അതായത് പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് വാഷിംഗ്ടൺ DC. അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത സ്റ്റേറ്റിലാണ്. വാഷിംഗ്ടൺ DC അധികം ട്രാവൽ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി സന്ദർശിച്ചിട്ട് വരാവുന്ന ഒരു ദൂരത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് പോലെ അങ്ങോട്ട് യാത്ര ചെയ്തു. വാഷിംഗ്ടൺ DC കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഞങ്ങളുടെ റൂം ഒക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വാഷിംഗ്ടൺ DC സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ക്ലൈമറ്റൊന്നും അത്ര, അതായത് സണ്ണി വെതർ അല്ല, കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയാണ്. ശരിക്കും വിൻ്ററൊന്നും അല്ല, പക്ഷേ വിൻഡി വെതർ ആയതുകൊണ്ട് കുറച്ച് തണുപ്പ് തോന്നുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യം പോയിരുന്നപ്പോൾ, ഞങ്ങൾ അവിടെ ഫുള്ള് നടന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറേ മ്യൂസിയങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ബസ് റൈഡാണ്. കാരണം നമുക്ക് അത്രയും നേരം നടന്ന് കാണാനുള്ള, വിൻഡി വെതർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തണുപ്പ് തോന്നും ഭയങ്കരമായിട്ട്. കാലാവസ്ഥ സ്പ്രിംഗ് ആണ്, അപ്പം വിൻ്റർ കഴിഞ്ഞിട്ട് ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പം ആ ഒരു ഇത് കാരണം നമുക്ക് കുറേ നേരം നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നടക്കാനാണെങ്കിലും കുറേ ഉണ്ട്, നമ്മൾ ശരിക്കും ക്ഷീണിച്ചു പോകും. ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ കുറേ നടക്കാനൊക്കെ ഉള്ള ഒരു വെക്കേഷൻ അല്ലെങ്കിൽ സൈറ്റ് സീയിങ് യാത്രയൊക്കെ നല്ലതാണ്. പക്ഷേ ക്ലൈമറ്റ് അത്ര ശരിയല്ലാത്തതുകൊണ്ട്, ഈ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ നടക്കണ്ട, നമുക്ക് ബസ് റൈഡ്, സൈറ്റ് സീയിങ് ബസ് ടൂറുണ്ട്. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്തു. ആദ്യം വന്നത് 2015 അന്ന് ജൂലൈ 4 ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അന്നാണ് വാഷിംഗ്ടൺ DC കണ്ടത്. അപ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയിലെ ഈ ജൂലൈ 4 ആഘോഷങ്ങളൊക്കെ കണ്ടു. അവിടുത്തെ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. നല്ലൊരു ഹോട്ടൽ ആയിരുന്നു, വെസ്റ്റേൺ ഹോട്ടൽ. ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തൊരു IT ഓഫീസ് പോലെ തോന്നി. ജസ്റ്റ് നമ്മൾ തുറന്ന് നോക്കിയപ്പം ആക്സെഞ്ചർ ഓഫീസിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു. ആക്സെഞ്ചർ ഓഫീസ് എൻ്റെ ആദ്യത്തെ കമ്പനിയാണ്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ കമ്പനിയാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു സന്തോഷം തോന്നി. രാവിലത്തെ ചായയൊക്കെ ചിലപ്പം സ്റ്റാർബക്സിൽ നിന്നായിരിക്കും ഓർഡർ ചെയ്യുന്നത്. കാരണം സ്റ്റാർബക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകും, ചിലപ്പോൾ ഹോട്ടലിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയിലോ വേണ്ടിയുള്ള ഫുഡ് തൊട്ടടുത്ത് നല്ല വല്ല ഹോട്ടലും ഉണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ രാത്രി ഹോട്ടലിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഫെഡറൽ ട്രയാങ്കിളിലേക്കുള്ള ട്രെയിൻ പിടിച്ചു. അപ്പോൾ ഫെഡറൽ ട്രയാങ്കിളാണ് നമുക്ക് പോകേണ്ട മെയിൻ സ്റ്റേഷൻ. അങ്ങനെ ഫെഡറൽ ട്രയാങ്കിളിൽ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ബില്ലിയാർഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ബിഗ് ബസ് റൈഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബസ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ബസ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മാക്രോൺസ് വിൽക്കുന്നൊരു ചെറിയൊരു ഉന്തുവണ്ടി പോലെ ഒരു കടയുണ്ട്. അപ്പം അവിടെ പോയി നമ്മൾ കുറച്ച് മാക്രോൺസ് വാങ്ങി അത് മോള് അവളുടെ കയ്യിലാക്കി. എനിക്ക് 2-3 മാക്രോൺസ് വേണമെന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അതിൽ നിന്നൊരു മാക്രോൺസ് എങ്ങനെയും ഒപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബസ് വന്നു. ബസ് ഡബിൾ ഡെക്കർ ബസ്സാണ്, അതുകൊണ്ട് നമ്മളതിൻ്റെ മുകളിലത്തെ ഡെക്കിൽ തന്നെ കയറിയിരുന്നു. കുറച്ച് തണുപ്പാണെങ്കിൽ ആദ്യം പുറത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്നുള്ള ഒരു ചിന്തയിൽ ആദ്യം ക്യാപിറ്റോൾ സെൻറ്ററിലാണ് ബസ് നിർത്തിയത്. നമ്മുടെ നിയമസഭാ മന്ദിരം പോലെയും പാർലമെൻറ്റ് മന്ദിരം പോലെയൊക്കെയുള്ള US-ൻ്റെ പ്രധാന ഗവൺമെൻറ് കാര്യാലയമാണ് ക്യാപിറ്റോൾ സെൻറ്റർ. ഇത് അകലെ കാണുന്ന ആ മന്ദിരമാണ് ക്യാപിറ്റോൾ സെൻറ്റർ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ബിഗ് ബസ്സിന് കുറേ സ്റ്റോപ്പുകളുണ്ട് വാഷിംഗ്ടൺ DCയിൽ. ബിഗ് ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ബസ് സർവീസുകൾ ഉള്ളത് കാരണം എവിടെ ചെന്നിറങ്ങിയാലും നമുക്ക് അതിൻ്റെ സ്റ്റോപ്പിൽ നിന്നാൽ അടുത്ത ബസ് അടുത്ത സ്ഥലത്തേക്ക് കിട്ടും. ഞങ്ങൾ ആദ്യം ക്യാപിറ്റോൾ സെൻറ്ററിൽ ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്ത് കുറച്ച് അവിടെ ഒരു തടാകമുണ്ട്, ക്യാപിറ്റോൾ റിഫ്ലക്ഷൻ പൂൾ. ആ തടാകമൊക്കെ കടന്ന് ഞങ്ങൾ
അവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പാർക്ക് പോലുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് തണുപ്പ് തോന്നുമ്പം ബസ് കയറും, അല്ലാത്ത സമയത്ത് അതിലെ കൂടെയൊക്കെ നടക്കും, കുറച്ച് നടക്കും. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. തടാകത്തിൻ്റെ കരയിലൂടെ നടന്ന് അപ്പുറത്ത് ചെന്നപ്പോഴത്തേന് കുറച്ച് ഫുഡ് ട്രക്കുകളൊക്കെ ഉണ്ട്. ഏകദേശം ലഞ്ചൊക്കെ കഴിക്കേണ്ട സമയം കടന്നുപോയി. അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡ് ട്രക്കിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വലിയൊരു ക്യൂ ആയിരുന്നു. അതൊക്കെ വെയിറ്റ് ചെയ്ത് ഫുഡ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ മോൾക്ക് എപ്പോഴും ഐസ്ക്രീം കണ്ടാൽ അത് വാങ്ങണം. അപ്പം ഞാനും അവളുടെ കൂടെ ഐസ്ക്രീം വാങ്ങിച്ച് അതും കഴിക്കുന്ന തിരക്കിലാണ്. ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് നടന്ന് ആ വന്ന സ്റ്റോപ്പിൽ നിന്ന് തന്നെ അടുത്ത ബസ് കയറി വീണ്ടും യാത്രയാവുകയാണ്. അപ്പം നമുക്ക് 2 സൈഡിലും കുറേ മ്യൂസിയങ്ങളൊക്കെ കാണാം. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ മ്യൂസിയത്തിലൊക്കെ ഞങ്ങൾ കുറേ കയറി കണ്ടു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ബസ്സിലിരുന്ന് തന്നെയാണ് കാഴ്ചകൾ. അധികം മ്യൂസിയത്തിലൊന്നും കയറുന്നില്ല. ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് ഞങ്ങൾ സ്പൈ മ്യൂസിയത്തിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് കയറി. പിന്നെ ഞങ്ങൾ പോയത് ലിങ്കൺ മെമ്മോറിയലിലേക്കാണ്. അതും ബസ്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ലിങ്കൺ മെമ്മോറിയലിലേക്ക് ഞങ്ങൾ നടന്നു പോയി. അതായത് വാഷിങ്ടൺ മെമ്മോറിയൽ തൊട്ട് ലിങ്കൺ മെമ്മോറിയൽ വരെ നടന്നു പോയി. ഞങ്ങൾ അതിനകത്ത് ലിങ്കൻ്റെ പ്രതിമയൊക്കെ കണ്ട് അകത്ത് കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്തു. ഇപ്രാവശ്യം ബസ്സിനുള്ളിൽ തന്നെ ഇരുന്നാണ് കാണുന്നത്. ഈ ലിങ്കൺ മെമ്മോറിയലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗം നടത്തിയത്. അതിന് മുന്നിലൊരു ലേക്കുണ്ട്. ആഫ്രിക്കൻ അമേരിക്കൻ ജനതയുടെ സിരകളിൽ ആവേശം അലയടിപ്പിച്ച ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് ഇവിടെയാണ് മാർട്ടിൻ ലൂതർ കിങ് നടത്തിയത്. അങ്ങനെ ലിങ്കൺ മെമ്മോറിയൽ ജസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നേരെ വാഷിങ്ടൺ മെമ്മോറിയലിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി. ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണിൻ്റെ സ്മരണാർത്ഥം വെള്ളക്കല്ലിൽ സ്ഥാപിച്ച ഒരു സ്മാരകം. അതിന് ചുറ്റും 50 ഫ്ലാഗുകൾ. ഓരോ ഫ്ലാഗും ഓരോ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം നടന്ന് ഒരു ഫുഡ് ട്രക്കിൻ്റെ അടുത്ത് പോയി കുറച്ച് കസീഡിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് നടന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വൈറ്റ് ഹൗസ് ഇതുപോലെ ബസ്സിലിരുന്ന് കണ്ടതേ ഉള്ളൂ, അടുത്ത് എന്ന് കാണാൻ പറ്റിയില്ല. അപ്പം ഇത്തവണ ഞങ്ങൾ വൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. അവിടെ ഇങ്ങനെ സമരക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളതുപോലെ. പക്ഷെ അധികം കോലാഹലങ്ങളൊന്നുമില്ല. പക്ഷെ ഒത്തിരി സഞ്ചാരികളാണ് കൂടുതലും വൈറ്റ് ഹൗസ് കാണാനും ഒക്കെ. അപ്പം അതിന് തൊട്ട് മുന്നിലുള്ള ഇരുമ്പഴികളിലൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വൈറ്റ് ഹൗസ് കാണാനും ഒക്കെ പറ്റും. വൈറ്റ് ഹൗസ് കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ കാണുന്നത് തോമസ് ജെഫേഴ്സൺ മെമ്മോറിയലാണ്. ഇത് വാർ മെമ്മോറിയലിൻ്റെ ചിത്രങ്ങളാണ്. 2015 എടുത്തതാണ് ഈ ചിത്രങ്ങൾ. സെക്കൻഡ് വേൾഡ് വാർ മെമ്മോറിയൽ. പക്ഷെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ വീണ്ടും ആ വന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പഴയ ഫെഡറൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ബസ്സിൽ കയറി ആ ഒരു പാർക്കിലൂടെയും ആ വാഷിങ്ടൺ DC ചുറ്റും ഒന്ന് ഞങ്ങളൊന്ന് റൈഡ് നടത്തി ഒരു ട്രാവൽ ചെയ്തു. ബസ്സിലിരുന്ന് തന്നെ എല്ലാ സ്ഥലവും ഒന്നുകൂടെ ഒന്ന് ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ആഫ്രിക്കൻ അമേരിക്കൻ സ്മിത്സോണിയൻ മ്യൂസിയം. അവരുടെ ഹിസ്റ്ററിയും അവരുടെ കൾച്ചറൊക്കെ പറയുന്ന സ്മിത്സോണിയൻ മ്യൂസിയം. അങ്ങനെ പല ഇതാണ് വാഷിങ്ടൺ മെമ്മോറിയൽ. അഗെയിൻ ഏതാണ്ട് കുറേ ട്രക്കുകളൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ നേരത്തെ കസീഡിയൊക്കെ കഴിച്ചത്. ഞങ്ങൾ തിരിച്ചതുവഴി വന്ന് കുറേ കാര്യാലയങ്ങൾ, കുറേ മ്യൂസിയങ്ങൾ. വാഷിങ്ടൺ DCയിലെ ഗവൺമെൻറ് മന്ദിരങ്ങളാണ്. പണ്ടത്തെ കുറേ കെട്ടിടങ്ങളുണ്ട്, പലതും മ്യൂസിയമായിട്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. കുറേ ബിൽഡിങ്ങിലൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ചൈന ടൗൺ പോലെയുള്ളൊരു ഭാഗമാണ് വാഷിങ്ടൺ DCയിൽ. നമ്മളിതെല്ലാം കാണുന്നത് ബസ്സിലിരുന്നുകൊണ്ട് തന്നെയാണ്. കാരണം കുറച്ചുകൂടെ വൈകിയപ്പോഴത്തേനും തണുപ്പും കൂടി. പക്ഷേ അകത്ത് ഞങ്ങളിരുന്നു. അപ്പോൾ വളരെ സുഖമാണ്. നേരത്തെ ബസ്സിൻ്റെ മുകളിലത്തെ ഡെക്കിലായിരുന്നു.
ഇപ്പോൾ അകത്ത് കയറിയിരുന്നപ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ ഈ ബസ് നമുക്ക് ഹെഡ്സെറ്റ് കിട്ടും. അവിടെ സ്പീക്കറുണ്ട്, നമുക്ക് ഹെഡ്സെറ്റ് കുത്തി അതിനകത്തുനിന്ന് നമുക്ക് ഓരോ സ്ഥലത്തിൻ്റെ വിവരണമൊക്കെ ഇങ്ങനെ അതിൽ റേഡിയോ പോലെ ഇങ്ങനെ കേൾക്കാം. ബസ് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും അവിടുത്തെ വിവരണം, അത് ഏത് സ്ഥലമാണ്, ഇത് ഏത് മന്ദിരമാണെന്നൊക്കെയുള്ള, ഏത് മ്യൂസിയമാണെന്നുള്ള എല്ലാ വിവരണങ്ങളും നമുക്ക് ഹെഡ്സെറ്റിലൂടെ നമുക്ക് കേൾക്കാം. പാതയുടെ 2 വശങ്ങളിലും ഗവൺമെൻറ് മന്ദിരങ്ങളും മ്യൂസിയങ്ങളും അങ്ങനെ പല പല കാഴ്ചകളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ വന്നിറങ്ങി. അതുപോലെ ഫെഡറൽ ട്രയാങ്കിളിൻ്റെ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ്. ഈ ഒരു സ്ഥലത്തിന് പെൻസിൽവേനിയ അവന്യൂ എന്നാണ് പറയുന്നത്. പെൻസിൽവേനിയയിലെ ഫിലഡൽഫിയ ആയിരുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ തലസ്ഥാനം. അവിടെ നിന്നാണ് പിന്നീട് വാഷിങ്ടൺ DC മാറ്റിയത്. വാഷിങ്ടൺ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്നാണ് പറയുന്നത്. അതാണ് DC. വാഷിങ്ടൺ മറ്റൊരു സ്റ്റേറ്റാണ്. ഞങ്ങൾ വന്നിറങ്ങിയ വില്യാർഡ് സെൻറ്റർ ഹോട്ടലിൻ്റെ സ്ഥലമാണ് പെൻസിൽവേനിയ അവന്യൂ. കണ്ടോ? അപ്പം ഈ പെൻസിൽവേനിയ അവന്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് പെൻസിൽവേനിയ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫെഡറൽ ട്രയാങ്കിൾ സ്റ്റേഷനിലോട്ട് നടന്നു പോകുന്നു. ഇതാ വൈകിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വൈകിട്ടത്തെ വ്യൂ ആണ്. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ വളരെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പാണ് വാഷിങ്ടൺ DC. അപ്പം എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്.